ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ബോഗൺവില്ലൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാം കേട്ടോ. ഫ്ലവർ ഇങ്ങനെ വന്നിട്ടും പിന്നെ അതുപോലെ ഇപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ടൈമാണല്ലോ. അപ്പോൾ ഇതിൽ ഫ്ലവർ വരാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് വളങ്ങൾ നമ്മുടെ പച്ചക്കറിയുടെയും വേസ്റ്റുകളും അതുപോലെ എന്താ പറയുക ചകിരിച്ചോറ്, കമ്പോസ്റ്റ് വളങ്ങൾ, പിന്നെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് വളങ്ങളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ള വളമായിട്ട് ഞാൻ ഇന്ന് നട്ടിട്ടുണ്ടായിരുന്നത്. അത് ചെയ്ത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അന്ന് തന്നെ നല്ലൊരു മഴ പെയ്തിട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ടോ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്താ പറയുക പുല്ലും ഇതൊക്കെ വരാൻ തുടങ്ങി. അതിൽ നമ്മളുടെ ചാണകപ്പൊടിയിൽ പിന്നെ ഉണ്ടാവില്ല പശുക്കൾ തിന്ന് ഇതിൽ പിന്നെ വിത്തുകളൊക്കെ. അപ്പോൾ അതിൻ്റെ പുല്ലുകളൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ പറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് ഈ പിന്നെ എന്താ പറയുക ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ നല്ല ഫ്ലവറിങ് വരാൻ നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോഴിമുട്ടയും നേന്ത്രപ്പഴത്തിൻ്റെ തോലും കൂടി മിക്സിയിലാക്കി അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അന്ന് ചെടിയുടെ ഉള്ളിൽ ഒന്ന് നനയ്ക്കാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ. അതാണ് ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ ജറബറൊക്കെ നന്നായിട്ട് ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല അടിപൊളിയായിട്ട് ഫ്ലവറൊക്കെ വരാൻ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ തോലും കോഴിമുട്ടയും കൂടി മിക്സിയിലടിച്ച് 2 ദിവസം വെച്ച് പുളിപ്പിക്കാൻ വെച്ചിട്ട് എന്നിട്ട് അതിൽ വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുക്കട്ടെ. അത് അടിപൊളിയാണ് നമ്മളുടെ എന്താ പറയുക ചെടികൾക്കൊക്കെ കേട്ടോ. കണ്ടോ നമ്മുടെ യെല്ലോ ബോഗൺവില്ല കണ്ടോ, അടിയിൽ നിന്നാണ് ഫ്ലവർ വരുന്നത് കണ്ടോ. അത്രയും ഗുണമാണ് ഈ വളത്തിന്. അപ്പം ഞാൻ ഇട്ട വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഇതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.